ചില മാധ്യമങ്ങൾ പറഞ്ഞു കേട്ടില്ലേ, BS-ഓടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ആളും പോയെന്നാണ്. 32 അംഗങ്ങളിൽ നിന്ന് 32 അംഗങ്ങളാണല്ലോ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇറങ്ങി വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിക്കുന്നത്. ആ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത അന്നത്തെ ദേശീയ നേതാക്കന്മാരിൽ 32ാമത്തെ ആളും മരിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ നടക്കുന്ന പ്രചരണം എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ആൾ പോയി എന്നാണ്. നമ്മൾ കണ്ട കാഴ്ച എന്താ? ദശലക്ഷക്കണക്കായിട്ടുള്ള മനുഷ്യർ പറയുകയാണ് നിങ്ങൾ മരിച്ചിട്ടില്ല, ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്നാണ്. അതെല്ലാം ഏറ്റുപറഞ്ഞതും അതെല്ലാം നന്നായിട്ട് ലോകത്തിന് മുന്നിൽ കാണിച്ചവരുമാണ് നിങ്ങൾ എല്ലാവരും. ലക്ഷക്കണക്കായിട്ടുള്ള ആളുകൾ ഈ വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയ മനുഷ്യർ വിളിച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത് VS-എ നിങ്ങൾ മരിച്ചിട്ടില്ല, നിങ്ങൾ ജീവിക്കുകയാണ്, ഞങ്ങളുടെ ചോരയിലൂടെ നിങ്ങൾ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? VS ഉയർത്തിക്കൊണ്ടുവന്ന പ്രത്യയശാസ്ത്ര വീക്ഷണവും ശരിയായിട്ടുള്ള രാഷ്ട്രീയവും ഉയർത്തിപ്പിടിക്കാൻ മരിക്കുന്നതുവരെ പോരാടാൻ ഞങ്ങൾ തയ്യാറാണെന്ന യഥാർത്ഥത്തിൽ ആ മുദ്രാവാക്യം വിളിച്ച ആളുകൾ പറയുന്നത്. പക്ഷേ ചില മാധ്യമങ്ങൾ ഇതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർന്നു എന്നുള്ളത്. പിന്നെ ഞങ്ങളുടെ ജോലി കോൺഗ്രസ്സുകാർ പറയുന്നതനുസരിച്ച് മിൻസ് കൊടുക്കലല്ലേ. കോൺഗ്രസ്സുകാരുടെ ജോലി കേട്ടോ. കോൺഗ്രസ്സുകാരൻ പറഞ്ഞു കേട്ടില്ലേ, പാലോട് രവി ഹൃദയം തുറന്ന് പറഞ്ഞൊരു കാര്യമാണ്. അത് എന്താ മൂടുകുത്തി വീഴുമെന്നോ, എന്താ ഉച്ചുകുത്തി വീഴുമെന്നോ, വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നു, LDF അധികാരത്തിൽ വരുമെന്നൊക്കെ പറയുന്ന അവരുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരുടെ പ്രശ്നം നോക്കട്ടെ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. വ്യക്തതയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തതയെല്ലാം വളരെ നേരത്തെ തന്നെ വരുത്തി കഴിഞ്ഞ കാര്യമാണ്. ഇനിയിപ്പോൾ പ്രത്യേകം വ്യക്തതയൊന്നും വരുത്തേണ്ട കാര്യമില്ല. ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഞാൻ പറയല്ലേ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞാൻ. ആ സമ്മേളനത്തിൻ്റെ ഞങ്ങളുടെ ടീമിനെ നയിച്ച ഒരാളാണ് ഞാൻ ആ സമ്മേളനത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ്. ഞാൻ പറയുകയല്ലേ, അതുപോലെ തന്നെ സ്വരാജ് പറയുകയല്ലേ, താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.